അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ 3-ാം ക്ലാസ്സിലെ അറബി പാഠപുസ്തകത്തിലെ 2-ാം പാഠമാണ് ചർച്ച ചെയ്യുന്നത്. ബാബു റഹ്മ എന്ന ഈ പാഠത്തിൽ 3 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊന്നാമത്തെ യൂണിറ്റ് നോക്കൂ, അമലുൻ റായിഹുൻ. ഈ ചിത്രം നോക്കൂ, ഇതിലാരാണുള്ളത്? ഒരു കുട്ടിയുണ്ടല്ലേ. അവർ എവിടെ നിന്നാണ് വരുന്നത്? അവർ സ്കൂളിൽ നിന്നാണ് വരുന്നത്. കാരണം എന്താ? അവരുടെ കയ്യിൽ ബാഗുകളുണ്ട്. അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നല്ല മത്തറുണ്ടല്ലേ, മഴയുണ്ടല്ലേ, മഴ പെയ്യുന്നുണ്ട്. ഈ കുട്ടിയുടെ പേരെന്താണെന്നറിയുമോ? അവരാണ് സഈദ്. ആരാണ്? സഈദ്. നമുക്ക് ഈ സഈദിൻ്റെ കഥയൊന്ന് വായിച്ചു നോക്കാം. യൗമൻ, ഒരു ദിവസം, റജ സഈദ് മിനൽ മദ്രസ. സഈദ് മദ്രസയിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു. റജ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക, മടങ്ങി വരികയായിരുന്നു. അപ്പോഴാണ് റആ ഫർഹൻ, അവനൊരു ഫർഹിനെ കണ്ടു. എവിടെ? ഫിത്തൊരീക്കി, വഴിയിൽ. റആ എന്ന് പറഞ്ഞാൽ കണ്ടു. അപ്പോൾ റആ ഫർഹൻ, ഒരു ഫർഹിനെയാണ് അവൻ കണ്ടത്, ഒരു പക്ഷിക്കുഞ്ഞിനെയാണ് കണ്ടത്. അത് എവിടെ നിന്നാണ് വന്നത്? സക്കത്ത മീനൽ ഉഷ്. സക്കത്ത എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ എന്താ? സക്കത്ത എന്ന് പറഞ്ഞാൽ വീണു. സക്കത്ത മീനൽ ഉഷ്, അത് കൂട്ടിൽ നിന്ന് വീണതാണ്. എന്ന് മാത്രമല്ല, ഈ മഴ കൊണ്ട് ആ പക്ഷിക്കുഞ്ഞ് യർത്തജിഫു, അതിങ്ങനെ വിറക്കുന്നുണ്ട്. യർത്തജിഫു മിനൽ ബർദ്, തണുത്ത് വിറക്കുന്നുണ്ട്. തണുപ്പ് കൊണ്ടത് വിറയ്ക്കുന്നു. യർത്തജിഫു എന്ന് പറഞ്ഞാൽ വിറയ്ക്കുന്നു. അപ്പോൾ സഈദ് എന്ത് ചെയ്തിട്ടുണ്ടാവും? അതെ, സഈദ് അതിനെ തോർത്തിയിട്ടുണ്ടാവും. നശഫ സഈദ് അൽ ഫർഹ. എന്താണ്? നശഫ, തോർത്തി. നശഫ എന്ന് പറഞ്ഞാൽ തോർത്തി. നശഫ സഈദ് അൽ ഫർഹ, സഈദ് ഫർഹിനെ തോർത്തി. എന്നിട്ടോ വള അൽ ഫർഹ ഫിൽ ഉഷ്, അവൻ ആ ഫർഹിനെ ഉഷിലേക്ക് കൊണ്ടുചെന്ന് വെച്ചു. വള അൽ ഫർഹ, ഫർഹിനെ വെച്ചു, ഫിൽ ഉഷ്, കൂട്ടിൽ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അന്നവൻ വീട്ടിലേക്ക് എത്താൻ വൈകി. തഅഖറ സഈദ്, സഈദ് വൈകി. തഅഖറ, വൈകി. ഈ വാക്കുകളൊന്നും എല്ലാവരും ശ്രദ്ധിച്ചേ. എന്താണ്? റആ, അവൻ കണ്ടു, അല്ലേ? അതുപോലെ യർത്തജിഫു, എന്താണ് യർത്തജിഫു എന്ന് പറഞ്ഞാൽ? വിറയ്ക്കുന്നു, അല്ലേ? അതുപോലെ സഖത്ത, നമ്മൾ പഠിച്ചതാണ്, വീണു എന്നാണ്, അല്ലേ? അതുപോലെ നശഫ, നശഫ എന്ന് പറഞ്ഞാൽ എന്താണ്? തോർത്തി. പിന്നെ വള, വെച്ചു. തഅഖറ, വൈകി. തഅഖറ, വൈകി. ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ നമ്മളൊന്ന് ശരിക്ക് പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. നോക്കൂ, എന്താണ് പാഠഭാഗത്തിൻ്റെ പേര്? അമലുൻ റായിഹുൻ, വളരെ നല്ല പ്രവർത്തനം. അങ്ങനെ സഈദ് വീട്ടിലേക്കെത്തി. വീട്ടിലേക്കെത്തിയത് എങ്ങനെയാണ്? അതെ, തഅഖറ, വൈകിട്ടാണല്ലേ. അപ്പോൾ വീട്ടിലെത്തുമ്പോൾ വീട്ടിൽ ആരാ ഉണ്ടാകുക? അവനെ കാത്തു നിൽക്കുന്നത് ആരായിരിക്കും? അതെ, അവൻ്റെ ഉമ്മയാണ്. സഈദ് ഉമ്മയെ കണ്ട ഉടനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? അസ്സലാമു അലൈക്കും. ഉമ്മ തിരിച്ചും പറഞ്ഞു വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാ. എന്നിട്ട് ഉമ്മ ചോദിച്ചു, യാ ബുനയ്യ ലിമ തഅഖർത. എന്താണ് തഅഖറ എന്ന് പറഞ്ഞാൽ? നമ്മൾ പഠിച്ചതല്ലേ, വൈകി, അല്ലേ? ലിമ, എന്താണ്? തഅഖർത, നീ വൈകിയത്. തഅഖറ, വൈകി. തഅഖർത, നീ വൈകി. അപ്പോൾ ലിമ തഅഖർത, എന്താണ് മോനെ നീ വൈകിയത്? ഉമ്മ ചോദിച്ചു. അപ്പോൾ സഈദ് പറഞ്ഞു, റഅയ്തു ഫർഹൻ യബ്കി ഫിൽ മത്തർ. റആ, എന്താ റആ എന്ന് പറഞ്ഞാൽ? അതെ, കണ്ടു, അല്ലേ? റഅയ്തു, ഞാൻ കണ്ടു. റആ, കണ്ടു. റഅയ്തു, ഞാൻ കണ്ടു. ഫർഹൻ, ഒരു ഫർഹിനെ കണ്ടു.
യബ്കി അത് കരയുന്നുണ്ട്, ഫിൽ മത്വർ മഴയിൽ കിടന്നിട്ട് ഒരു ഫർഹ് കരയുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഉമ്മ ചോദിച്ചു, ഐന എവിടെയാണ്? സയ്യിദ് പറഞ്ഞു, തഹ്ത ഷജറ മരത്തിൻ്റെ താഴെയാണ്. ഒരു മരത്തിൻ്റെ താഴെയാണ് ആ ഫർഹ് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മ ചോദിച്ചു, എന്താ ചോദിച്ചത്? മാതാ അസാബഹു അതിനെന്ത് പറ്റിയതാണ്? മാതാ എന്താണ്, അസ്വാബ ബാധിച്ചു അതിന് പറ്റിയത് അല്ലേ, അസാബഹു അതിന് എന്താണ് പറ്റിയത്? അപ്പോൾ സയ്യിദ് പറഞ്ഞു, സക്കത്ത മിനൽ ഉഷ് അവൻ കൂട്ടിൽ നിന്ന് സക്കത്ത വീണതാണ് അല്ലേ, സക്കത്ത അത് വീണു, മിനൽ ഉഷിൽ നിന്ന്. എന്നിട്ടോ യർത്തജിഫു അവൻ വിറക്കുന്നുണ്ടായിരുന്നു, മിനൽ ബർദി തണുപ്പ് കൊണ്ട്. അപ്പോൾ തണുപ്പിനാൽ അതിങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു. ഉമ്മ ചോദിച്ചു, ഫമാദാ ഫഅൽത നീ എന്താണ് ചെയ്തത്? മാദാ ഫഅൽത നീ എന്താണ് അപ്പോൾ ചെയ്തത്? സയ്യിദ് പറഞ്ഞു, നശഫ്തു. എന്താ നശഫ? നമ്മൾ പഠിച്ചതല്ലേ, നശഫ എന്ന് പറഞ്ഞാൽ തോർത്തി. നശഫ്തു ഞാൻ തോർത്തി, അൽ ഫർഹ അവൻ്റെ മേത്തുണ്ടായിരുന്ന വെള്ളമൊക്കെ ഞാൻ തോർത്തി കൊടുത്തു. എന്നിട്ടോ വല നമ്മൾ പഠിച്ചതാണ്, വെച്ചു അല്ലേ. വലഅതുഹു ഞാൻ അവനെ വെച്ചു. അപ്പോൾ നശഫ്തു ഞാൻ തോർത്തി, വലഅതു ഞാൻ വെച്ചു അല്ലേ, ഹു അവനെ, ഫിൽ ഉഷ് ആ ഉഷിൽ വെച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞു, അമലുൻ റായിഹുൻ യാ ബുനയ്യ മോനെ നീ ചെയ്ത പ്രവർത്തനം നല്ല പ്രവർത്തനമാണ്, വളരെ നല്ല കാര്യമാണ് നീ ചെയ്തത്. ജസാക്കല്ലാഹു ഖൈറ അള്ളാഹു നിനക്ക് പ്രതിഫലം നൽകട്ടെ. അപ്പോൾ സയ്യിദ് പറഞ്ഞു, ആമീൻ വയ്യാക്കി എന്ന് മറുപടിയും പറഞ്ഞു. ഈ സംഭാഷണത്തിൽ നിന്ന് ഉമ്മ ചോദിച്ച ചോദ്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് പറഞ്ഞേ. എന്തൊക്കെയാണ് ഉമ്മ ചോദിച്ച ചോദ്യങ്ങൾ? ലിമ താഖർത്ത ഒന്നാമത് ചോദിച്ചത് എന്താ? ലിമ താഖർത്ത നീ എന്താണ് വൈകിയത്? പിന്നെ ചോദിച്ചത് എന്താ? ഐന നമുക്കറിയാം എവിടെ എന്നാണ് അല്ലേ. പിന്നെ എന്താ ചോദിച്ചത്? മാതാ അസ്വാബഹു അതിനെന്താണ് പറ്റിയത്? മാതാ അസാബഹു അതിനെന്താണ് പറ്റിയത്? പിന്നെ ചോദിച്ച ചോദ്യം ഏതാണ്? അതെ, മാതാ ഫഅൽത നീ എന്താണ് ചെയ്തത്? മാതാ ഫഅൽത നീ എന്താണ് ചെയ്തത്? ഈ ചോദ്യങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും എല്ലാവരും ഒന്ന് നന്നായി പഠിക്കണം. ഇനി ഇവിടെ നോക്കൂ, നഖ്താറുൽ കലിമാത്തി തഹ്ദീബിയ ഉപചാര വാക്കുകൾ തിരഞ്ഞെടുക്കുക. ആ പാഠത്തിൽ വന്നതും അല്ലാത്തതുമായ ഒരുപാട് ഉപചാര വാക്കുകൾ നമുക്കറിയാം. നോക്കൂ, അസ്സലാമു അലൈക്കും, അതുപോലെ പറഞ്ഞേ വലൈക്കും അസ്സലാം. പിന്നെ ജസാക്കല്ലാഹു ഖൈറ അല്ലേ, അതൊരു ഉപചാര വാക്കാണ്. മാഷാ അല്ലാ, ഇൻഷാ അല്ലാ, സ്വബാഹുൽ ഖൈർ, സ്വബാഹുൻ നൂർ, ഇങ്ങനെ ഒരുപാട് ഉപചാര വാക്കുകൾ നമുക്കറിയാം. ഇനി അടുത്ത പേജ് നോക്കൂ. ചിത്രത്തിൽ ആരാണുള്ളത്? അതെ, ഒരു ഒരു കുട്ടിയുണ്ടല്ലേ. കുട്ടിയും പിന്നെ റജുലുൻ മിസ്കീനുൻ മിസ്കീനായ പാവപ്പെട്ട ഒരാളുണ്ട് അല്ലേ. റജുലുൻ മിസ്കീൻ എന്താ പറയുക? റജുലുൻ മിസ്കീൻ. അദ്ദേഹം എവിടെയാണ് ഇരിക്കുന്നത്? റോഡ് സൈഡിലാണല്ലേ. ഒരു ബസ് സ്റ്റോപ്പിലാണത്. മൗക്കിഫിൽ ഹാഫിലയിലാണ്. എവിടെയാണ്? മൗക്കിഫിൽ ഹാഫില ബസ് സ്റ്റോപ്പിൽ. ആ കുട്ടി എന്താണ് കൊടുക്കുന്നത്? ആത്വാ നൽകി, കൊടുത്തു അല്ലേ. ആത്വാ എന്ന് പറഞ്ഞാൽ എന്താ? കൊടുത്തു. എന്താ കൊടുക്കുന്നത്? ഭക്ഷണമാണ്, ത്വാമാണ് കൊടുക്കുന്നത് അല്ലേ. അവൻ്റെ കയ്യിലുള്ള ത്വാമാണ് ആ റജുലുൻ മിസ്കീനിന് ആ കുട്ടി കൊടുക്കുന്നത്. അതൊരു നല്ല പ്രവർത്തനമല്ലേ? അമലുൻ റായിഹുൻ അല്ലേ? അതെ, വളരെ നല്ല പ്രവർത്തനമാണ്. ഇനി നമുക്ക് ആ സംഭാഷണം ഒന്ന് നോക്കാം. അതിൽ വിട്ടുപോയ ഭാഗങ്ങൾ നിങ്ങൾ പൂരിപ്പിക്കണം. കഴിഞ്ഞ സംഭാഷണത്തിൽ നമ്മൾ കുറേ ചോദ്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടില്ലേ? അതൊക്കെ നമുക്കിവിടെ ഉപയോഗിക്കാം. ആരൊക്കെ തമ്മിലാണ് ആ ഹിവാർ അവിടെ നടന്നത്? ആ കുട്ടിയും അവൻ്റെ അധ്യാപകനും തമ്മിലാണ്.
അപ്പോൾ ആ കുട്ടി സ്കൂളിലേക്ക് വരുന്ന സമയത്താണ് ആ റജുലൻ മിസ്കീനെ, പാവപ്പെട്ട ആ മനുഷ്യനെ കണ്ടതല്ലേ. അപ്പോൾ അയാൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് തിരിച്ച് സ്കൂളിലേക്ക് വന്നപ്പോഴത്തേക്ക് സമയം വൈകിട്ടുണ്ടാവും. തഅഖറ അല്ലേ, തഅഖറൽ വലത്, ആ കുട്ടി വൈകിട്ടുണ്ടാകും അല്ലേ. അങ്ങനെ വൈകി സ്കൂളിലെത്തിയപ്പോൾ അധ്യാപകൻ അവനോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവില്ലേ, എന്താണ് വൈകിയത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ ആ സംഭാഷണമാണ് നമ്മളിവിടെ വായിക്കാൻ പോകുന്നത്. കുട്ടി അധ്യാപകനോട് ആദ്യം തന്നെ പറഞ്ഞു. എന്താ പറഞ്ഞത്? അസ്സലാമു അലൈക്കും. അധ്യാപകൻ വലൈക്കുമുസ്സലാം എന്ന് മറുപടി പറഞ്ഞിട്ട് ചോദിച്ചു, ലിമ തഅഖർത, നീ എന്താണ് വൈകിയത്? ലിമ തഅഖർത, നീ എന്താണ് വൈകിയത്? അപ്പോൾ ആ വിദ്യാർത്ഥി പറഞ്ഞു, എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അതെ, ഞാനൊരു മിസ്കീനായ ഒരാളെ കണ്ടു എന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ കണ്ടു എന്ന വാക്ക് ഏതാണ്? നമ്മൾ പഠിച്ചതാണല്ലോ, അല്ലേ, കണ്ടു. അപ്പോൾ ഞാൻ കണ്ടു എന്ന് പറയണം. അപ്പോൾ എങ്ങനെ പറയും? അതെ, നമ്മൾ പഠിച്ചു, റഅയ്തു റജുലൻ മിസ്കീനൻ, ഞാനൊരു പാവപ്പെട്ട ഒരാളെ കണ്ടു. അപ്പോൾ അധ്യാപകൻ ചോദിച്ചു, എന്താ ചോദിച്ചത്? എവിടെയാണ് എന്നായിരിക്കും അല്ലേ. ഐന, എവിടെയാണ് കണ്ടത്? അപ്പോൾ കുട്ടി പറഞ്ഞു, ഇൻ ദ മൗക്കിഫിൽ ഹാഫില, ബസ് സ്റ്റോപ്പിനടുത്ത്. പിന്നെയും അധ്യാപകൻ ചോദിച്ചു, നീ ആ പാവപ്പെട്ട മനുഷ്യനെ കണ്ടിട്ട് എന്താണ് ചെയ്തത്? എന്താണ് ചെയ്തത്? നമ്മൾ പഠിച്ചതാണല്ലോ. ഫമാദാ ഫഅൽത, അപ്പോൾ, മാദാ, എന്താണ്, ഫഅൽത, നീ ചെയ്തത്, നീ എന്ത് ചെയ്തു? അപ്പോൾ കുട്ടി പറഞ്ഞു, അഅതൈതുഹു ത്വാമി, ഞാൻ എൻ്റെ ഭക്ഷണം അയാൾക്ക് നൽകി. അത് കേട്ടപ്പോൾ അധ്യാപകൻ പറഞ്ഞു, എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക? അതെ, ഒരാളൊരു നല്ല പ്രവർത്തനം ചെയ്തത് കണ്ടപ്പോൾ നമ്മൾ അയാളെ അഭിനന്ദിക്കും അല്ലേ. അതുപോലെ തന്നെ അധ്യാപകൻ പറഞ്ഞു, അമലുൻ റായിഹുൻ, വളരെ നല്ല കാര്യമാണ് നീ ചെയ്തത് അല്ലേ. ജസാക്കല്ലാഹു ഖൈറാ, നിനക്ക് അല്ലാഹു പ്രതിഫലം നൽകട്ടെ. അപ്പോൾ കുട്ടി പറഞ്ഞു, ശുക്രൻ. ശുക്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മറുപടി പറയുക? നമുക്കറിയാം, അഫുവൻ. ശുക്രൻ, അഫുവൻ. ഇത്രയുമാണ് ഈ സംഭാഷണത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ പൂരിപ്പിക്കേണ്ട വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ട് മുമ്പേ. ഇനി നമുക്കൊരു പദ്യമാണ് പഠിക്കാനുള്ളത്. അൽ ബുൽബുലു സഗീർ, ചെറിയ ബുൽബുൽ. ആ പദ്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. എല്ലാവരും അതിൻ്റെ കൂടെ പാടി നോക്കണം. بلبل في العش يحيا ناعم الريش صغير بعد حين علمته أمه كيف يطير فهوى قرب سعيد موجع الساقي كثير وسعيد في حنان حامل الطير الصغير قال ربي جد عليه بشفاء يا قدير بلبل في العش يحيا ناعم الريش صغير. എല്ലാവരും പാട്ട് കേട്ടില്ലേ? ആ പാട്ട് നന്നായി പാടി പഠിക്കണം. ഇനി നോക്കൂ, അടുത്ത പേജിലുള്ള അതിൻ്റെ വർക്ക് നോക്കൂ. അവിടെ നുറത്തിബുൽ കലിമാത്തി കമാഫിൽ മൻലൂം, കവിതയിലുള്ളതുപോലെ വരികളിലെ വാക്കുകൾ ക്രമപ്പെടുത്തണം. അൽ ഗുഷി യഹ്യ ബുൽബുലുൻ ഫി അരീഷി നാഇമ സഗീർ. ഏത് വരിയാണത്? ഒന്നാമത്തെ വരിയാണല്ലേ. ബുൽബുലുൻ ഫിൽ ഉഷി യഹ്യ നാഇമ രീഷി സഗീർ. ഇനി രണ്ടാമത്തെ നോക്കൂ. വസഈദുൻ ഹമല ഹനാനിൻ അസ്സഗീർ ഫിത്തയീർ. ഏതാണ്? നാലാമത്തെ വരി. വസഈദുൻ ഫി ഹനാനിൻ ഹമലത്തൊയ്റ സഗീർ. ആ വരിയാണല്ലേ. ഇനി മൂന്നാമത്തെ നോക്കൂ. ഖദീർ യാ ബിഷിഫാഇൻ അലൈഹി ഖാല ജുദ് റബ്ബി. ഏതാണ്? അവസാനത്തെ വരി. ഖാല റബ്ബി ജുദ് അലൈഹി ബിഷിഫാഇൻ യാ ഖദീർ.
അപ്പോൾ ഈ പാദ്യത്തിലെ വരികളൊക്കെ നന്നായി വായിച്ചു നോക്കണം. അടുത്ത പേജ് നോക്കൂ. നുഐദ്ദുൽ ബയാൻ കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ളതുപോലെ ബയാൻ തയ്യാറാക്കണം. നോക്കൂ. ബുൽബുലുൻ സഗീറുൻ, ചെറിയ ബുൽബുൽ. ഒന്നാമത്തെ കോളത്തിൽ എന്താ ഉള്ളത്? ബുൽബുലുൻ സഗീറുൻ, ചെറിയ ബുൽബുൽ. ഇനിയും അടുത്ത കോളത്തിൽ നോക്കൂ. യഹ്യ ഫിൽ ഉഷ്, അവൻ എവിടെയാണ് താമസിക്കുന്നത്? യഹ്യ, അവൻ ജീവിക്കുന്നു. ഫിൽ ഉഷി, ഉഷിലാണ്. ഉഷി എന്ന് പറഞ്ഞാൽ കൂട്. യഹ്യ ഫിൽ ഉഷി, അവൻ കൂട്ടിൽ ജീവിക്കുന്നു, താമസിക്കുന്നു. ഇനി താഴെ എന്താ ഉള്ളത്? അല്ലമത്തുഹു ഉമ്മുഹു കൈഫ യത്തീറു. അല്ലമത്തുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ അവനെ പഠിപ്പിക്കുന്നു. കൈഫ യത്തീറു, എങ്ങനെയാണ് പറക്കേണ്ടതെന്ന്. ഇതുപോലെ ബാക്കിയുള്ള 3 കൂടി നമ്മൾ പൂരിപ്പിക്കണം. നോക്കൂ. ഉസ്ഫൂറുൻ ഡാഷ്, എന്താണ് അവിടെ എഴുതേണ്ടത്? ബുൽബുലുൻ സഗീർ എന്ന് എഴുതിയതുപോലെ ഉസ്ഫൂറുൻ സഗീറുൻ. ഇനിയും അടുത്ത കോളത്തിൽ എന്താ വേണ്ടത്? അവൻ എവിടെയാണ് താമസിക്കുന്നത് അല്ലേ? യഹ്യ ഫിൽ ഉഷി, ഉഷിൽ തന്നെയാണ് ഉസ്ഫൂറുൻ താമസിക്കുന്നത്. ഇനിയോ അല്ലമത്തുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ അവനെ പഠിപ്പിക്കുന്നു. എന്താണ് പഠിപ്പിക്കുക? കൈഫ, എങ്ങനെയാണ്, അതെ, യത്തീറു, പറക്കേണ്ടതെന്ന്. ഇനി അടുത്തത് നോക്കൂ. വലതുൻ, ഒരു കുട്ടി. വലതുൻ സഗീറുൻ, ചെറിയ കുട്ടിയാണ് അല്ലേ? അവൻ എവിടെ താമസിക്കുന്നു എന്ന് പറയണം. കുട്ടി എവിടെ താമസിക്കുക? ബൈത്തിലാണ്. അപ്പോൾ യഹ്യ ഫിൽ ബൈത്തി, അവൻ വീട്ടിൽ താമസിക്കുന്നു. അല്ലമത്തുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ അവനെ പഠിപ്പിക്കുന്നു. എന്താണ് പഠിപ്പിക്കുന്നത്? കൈഫ യഖ്റഉ, എങ്ങനെ വായിക്കണമെന്ന്. കൈഫ യഖ്റഉ, എങ്ങനെ വായിക്കണമെന്ന്. ഇനി അവസാനത്തേത് നോക്കൂ. അവിടെ നമുക്ക് ആരുടെ പേര് വേണമെങ്കിലും എഴുതാം. കൽബ് എഴുതാം, കിത്ത് എഴുതാം, അല്ലെങ്കിൽ വലത് എഴുതാം, അല്ലെങ്കിൽ ബുൽബുൽ എഴുതാം. ഇങ്ങനെ ആരുടെ പേരും നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് തൽക്കാലം അവിടെ കിത്തിൻ്റെ പേരെഴുതാം. കിത്തുൻ സഗീറുൻ, കിത്തുൻ സഗീറുൻ, ചെറിയ പൂച്ച. യഹ്യ ഫിൽ ബൈത്ത്, അവൻ ബൈത്തിൽ താമസിക്കുന്നു. അല്ലമത്തുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ അവനെ പഠിപ്പിക്കുന്നു. എന്താ പഠിപ്പിക്കുക? കൈഫ യഅ്കുലു, എങ്ങനെ തിന്നണമെന്ന് അവൻ്റെ ഉമ്മ അവനെ പഠിപ്പിക്കുന്നു.